ഇസ്രായേൽ വീണ്ടും ഗസയിൽ യുദ്ധം ആരംഭിച്ചാൽ ഇറാൻ നേരിട്ട് ഇടപെടുമെന്ന് ചില അറേബ്യൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ ഇറാന്റെ നയനിലപാടുകൾ വ്യക്തമാക്കുന്നതിനിടെ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് അവർ രേഖപ്പെടുത്തുന്നത്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യം ചില തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലും, അതോടൊപ്പം പല ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിക്കുന്നത് ഇനിയും ഒരു യുദ്ധമുണ്ടാവുന്നതിന്റെ മുന്നറിയിപ്പായിട്ടും കാണുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പുറത്തിറങ്ങുന്ന അറബ് പത്രങ്ങളാണ് പ്രാധാന്യമായിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നു. ജസീറ, റിയാദ്, ഒക്കാത്ത് പോലെയുള്ള സൗദി നിറങ്ങുന്ന പത്രത്തിന്റെ ഭാഗത്തിലും അതുണ്ട് എന്ന് പരാമർശിക്കുന്നു. പറയുന്ന കാര്യം ഇതാണ്: ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പാർലമെന്റ് അംഗം, നെസറ്റ് അംഗം ഇങ്ങനൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: പുരുഷന്മാരെ കൊന്നു തീർക്കണം, അതായത് ഗസയിലുള്ള പുരുഷന്മാരെ കൊന്നു തീർക്കുകയും കുട്ടികളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും പരസ്പരം ബന്ധപ്പെടുത്താൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള ആക്രമം ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് പറഞ്ഞത് ഈ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിന്റെ അർത്ഥം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ പൂർത്തീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം യുദ്ധം ആരംഭിക്കും എന്ന് തന്നെ പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഗസയ്ക്ക് വേണ്ടി ഇറാൻ സൈനികരെ ഇറക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രാഥമികമായിരിക്കുന്ന ഏകീകരണങ്ങളൊക്കെ, സൈനിക ഏകീകരണങ്ങളൊക്കെ ഇറാനിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു യുദ്ധമുഖത്താണ് എന്നുള്ളതും ആയതിനാൽ തന്നെ എല്ലാ സമയത്തും യുദ്ധത്തിന് തയ്യാറാകുന്ന സൈനികരെ പോലെ നിങ്ങൾ ഇടപെടണമെന്ന് സ്ഥിരമായിരിക്കുന്ന സൈനികരോടും താൽക്കാലികമായിരിക്കുന്ന സൈനികരോടും സർക്കാർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഫറോവയുടെ കാലത്താണ് പുരുഷന്മാരെ കൊന്നു തീർക്കണമെന്നും അവർ നമ്മൾക്കെതിരെ തിരിയാത്ത വിധം അവരുടെ വംശത്തെ ഇല്ലാതാക്കണം എന്നുള്ളൊരു പ്രസ്താവന നടന്നത്. ഫറോവയുടെ കാലം എന്ന് പറഞ്ഞാൽ ഈജിപ്തൊക്കെ ഭരിക്കപ്പെട്ട കാലം എന്ന് പറയുന്ന സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് ഈ ജൂത പാർലമെന്റ് അംഗത്തിൽ നിന്നാണ്. ഗസയിൽ ഇതിനു മുമ്പ് പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്ന കാര്യം അവിടെ ആണവായുധം പ്രയോഗിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആണവായുധം പ്രയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും ഉണ്ടായി. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പാർലമെന്റ് അംഗത്തെ നീക്കം ചെയ്തത്. അപ്പോൾ അതിനുശേഷം അതിനേക്കാൾ ഗൗരവപരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പുരുഷന്മാരെ കൊന്നു തീർക്കണമെന്നുള്ള ഇസ്രായേലിന്റെ പാർലമെന്റ് അംഗത്തിന്റെ പ്രസ്താവന. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്, ഇപ്പോൾ ഗസയിൽ നടക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അത്ര ശുഭകരമായിട്ടുള്ളതൊന്നുമല്ല. ചില മേഖലകളിലൊക്കെ ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലും ഗസയും അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് അവർ സൈനിക വിന്യാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിലാണ്. ഇതിനിടയിൽ ഈ സിറിയയുടെ ഭാഗങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇവരുടെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ഗോലാൻ കുന്നിന്റെ ചില മേഖലകളിൽ ആക്രമിച്ചുകൊണ്ട് ആ പ്രദേശം ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല, ഒരു നിയന്ത്രണം ഈ മേഖലയിൽ ഇസ്രായേൽ ഉണ്ടാക്കുന്നത് ഭാവിയിൽ സിറിയയുടെ അകത്തു നിന്ന് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ അതല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംവിധാനമോ ഉണ്ടാവുകയാണെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ പണി ഒപ്പിക്കുന്നത്. അതിന് തുർക്കി ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സൈനികപരമായിരിക്കുന്ന പ്രതിരോധം ഈ മേഖലയിൽ ഉണ്ടാക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ ആഭ്യന്തരമായിരിക്കുന്ന പല സംഭവങ്ങളും ഈ യുദ്ധത്തിൻ്റെ മധ്യേ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഘട്ടത്തിലും യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ വരൂ. മാത്രമല്ല, ഏകാധിപത്യമുള്ള രാജ്യം ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് തീർച്ചയായിട്ടും അവർക്ക് നൽകുന്ന സമയത്ത് മാത്രമേ റിപ്പോർട്ടായിട്ട് അത് പുറത്തു വരൂ.
ഗസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാം ഒരു ഓപ്പൺ മാർക്കറ്റ് പോലെ എല്ലാ മീഡിയക്കാർക്കും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അന്താരാഷ്ട്ര മേഖലയിലെ പല റിപ്പോർട്ടർമാരും ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ 60-ൽ കൂടുതലോ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ സാഹചര്യങ്ങൾ ഇപ്പോൾ തന്ത്രപരമായ രീതിയിൽ ഇസ്രായേൽ നീക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു അഭിമാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇസ്രായേൽ സർക്കാർ കാണുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൽ സർക്കാർ നിലനിൽക്കണമെങ്കിൽ ഇവരുടെ മോചനം അനിവാര്യമാണ്. വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അകത്ത് നടക്കുന്നതിനാൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ മോചനം അനിവാര്യമാണ്. അതിനോടനുബന്ധിച്ച് തടവുകാരെ മോചിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. തടവുകാരെ മോചിപ്പിക്കുന്നതിനനുസരിച്ച് ഫലസ്തീനിൽ നിന്ന്, അതായത് വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസയിൽ നിന്നും ഫലസ്തീനുകൾ പിടിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിന് അനുബന്ധിച്ച്, അതായത് ഗസയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നടക്കുന്ന സമയത്തും ഫലസ്തീന്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ വലിയ വെടിവെപ്പ് നടത്തുകയും അറസ്റ്റും മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് കയ്യേറി അവിടെ ജൂതന്മാരെ കുടിയിറക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഏറ്റുമുട്ടൽ എന്ന സമയത്ത് വെടിവെച്ച് കൊന്നതും അറസ്റ്റ് ചെയ്തതുമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഫലസ്തീനികൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും, ഇവരുടെ ഈ നിലവിലെ കരാർ വ്യവസ്ഥ പ്രകാരം ബന്ദിമോചനത്തിന് പകരം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചാൽ ബന്ദികളെ മോചിപ്പിച്ച് കിട്ടുകയും ചെയ്തു, ഫലസ്തീനുകൾ വിട്ടുകൊടുത്താൽ രണ്ടാം ഘട്ടത്തിൽ അവർ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നും ഇവിടെ ഈ റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ മറ്റൊരു രീതി പറയുന്നത്, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ വെച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഫലസ്തീനുകളിലെ കുറച്ച് ചെറുപ്പക്കാരെന്നാണ് അതിൽ പറയുന്നത്. ആ ചെറുപ്പക്കാരിൽ പെട്ടവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിലെ ജയിലിൽ നിന്ന് കരാർ വ്യവസ്ഥ പ്രകാരം പുറത്തിറങ്ങിയവരാണ്. അവർ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്ന് സാരം. അപ്പോൾ ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ച് എത്തിയതിനു ശേഷം പിന്നീട് ഒരു യുദ്ധകാഹളം മുഴക്കുകയാണെങ്കിൽ അവിടെയാണ് പരാമർശിക്കപ്പെടുന്നത്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചവരാണ് ഫലസ്തീനുകളും മറ്റുള്ള രാജ്യക്കാർ. ഈ ഇറാനൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മാരകമായിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാവുക. അതിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാൻ ഇറാൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ യമൻ ഏതായാലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം, ലെബനാൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഒരു പക്ഷേ തുർക്കിയും ചേരാനുള്ള സാധ്യതകൾ പറയുന്നു. അപ്പോൾ ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന്റെ ആരംഭം ഈ മേഖലയിൽ കുറിക്കപ്പെടും. മുൻപ് കാലത്തുള്ള ജോർദാനും ഏറെക്കുറെ ഈജിപ്തും മാറി നിൽക്കുമെങ്കിലും ഇപ്പോൾ ഈജിപ്തിന്റെ നില പരുങ്ങലാണ് എന്ന് മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേലിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ സൈനിക ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്തിന്റെ സർക്കാരെ നിലനിർത്തുക എന്നുള്ളത് പ്രതിസന്ധിയായിട്ട് വരും. കാര്യം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്ന സമയത്ത് സൈനിക മേധാവികൾ തലതിരിഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായി ഈ മേഖലയ്ക്ക് ഉണ്ടാകുന്നതാണ്. 37 വർഷത്തിലധികം രാജ്യഭരണം നടത്തിയിരിക്കുന്ന ഹുസ്നി മുബാറക്കിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സൈനികർ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്തത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നു, അയാൾ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും സൈനികർ ഭരണം പിടിച്ചെടുത്ത സംഭവം ഉണ്ടായി. ഇപ്പോൾ സിസി ആണ് അവിടെ ഭരിക്കുന്നത്. അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നോമിനിയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഇസ്രായേലിനെതിരെയും ഈ അമേരിക്കക്കെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയും അതിർത്തി ഭാഗങ്ങളിൽ സൈനികരെ വിന്യസിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ തങ്ങൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരി പോലും നിമിഷങ്ങൾക്കകം കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള യുദ്ധ പരമ്പരകൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തതോടുകൂടി ഈജിപ്ത് അവരുടേതായിരിക്കുന്ന നിലപാട് പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ കുരുട്ടായിരിക്കുന്ന ഒരു തന്ത്രം ഇസ്രായേലിന്റെ പക്ഷത്ത് ഉണ്ടാവുകയാണെങ്കിൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തെ ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട്. തങ്ങളുടെ രണ്ടാം ഘട്ടം, രണ്ടാം ഊഴം ഏത് തരത്തിലാവും എന്ന് അവർക്ക് വരെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം ഇത്രയും നീണ്ടിരിക്കുന്ന ഒരു യുദ്ധം അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെയ്തത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിലും
തന്ത്രം എന്ന് പറയാൻ പറ്റില്ല, കുതന്ത്രപരമായ രീതിയിലും ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അവരെല്ലാ കാലത്തും പ്രയോഗിച്ചത്. ഫലസ്തീൻ വിഷയത്തിൽ മാത്രം, അതായത് ഇപ്പം നടക്കുന്ന ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് മാത്രമാണ് ഇസ്രായേൽ സമ്പൂർണ്ണമായിരിക്കുന്ന പരാജയം ഉണ്ടായതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ പറയുന്ന കാര്യം, ഗസയിൽ ഇസ്രായേൽ രണ്ടാം ഘട്ടം യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ നേരിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇറാൻ മാറുമെന്നും, അങ്ങനെ മാറുകയാണെങ്കിൽ അതൊരു മാരകമായിരിക്കുന്ന യുദ്ധമായിട്ട് അത് തീരുമെന്നുമാണ് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നത്.